ആരോ വാതിലിൽ തുടരെ മുട്ടുന്നുണ്ടായിരുന്നു. അവിടെ എല്ലാവരും ഉറക്കത്തിലാണ്. രാത്രി 1 മണി കഴിഞ്ഞിട്ടുണ്ടാവും. സാറേ, സാറേ, തീരെ ദുർബലമായ സ്വരം. സാറേ, ഇത് ദാസനാണ്. ഭാര്യയ്ക്ക് അസുഖം വളരെ കൂടുതലാണ്. ആശുപത്രിയിൽ. കുറേ നേരം അയാൾ കാത്തുനിന്നെങ്കിലും വീട്ടിനുള്ളിൽ നിന്നും പ്രതികരണമൊന്നുമുണ്ടായില്ല. ഒടുവിൽ അയാൾ നിരാശയോടെ പുറത്തേക്കിറങ്ങി. ഭാര്യയെയും ചുമലിലേറ്റി നിരത്തിലൂടെ വേച്ച് നീങ്ങുമ്പോൾ കയ്യിലൊരു ചില്ലിക്കാശില്ലെന്ന ബോധം അയാളെ നടുക്കി. മുന്നിലെ കാലടിയൊച്ച അകന്നു പോകുന്നത് അറിഞ്ഞ് ഉണർന്നു കിടക്കുകയായിരുന്ന ഗൃഹനാഥൻ ആരോടൊന്നില്ലാതെ മന്ത്രിച്ചു. ഓരോരുത്തർക്ക് സുഖക്കേട് വരാൻ കണ്ട നേരം. എനിക്ക് രാത്രി ഉറങ്ങാനുള്ളതാണ്. അകലെ എവിടെയോ ഒരു പട്ടി ഓലിയിടുന്നു. കിലോമീറ്ററുകൾ താണ്ടി സ്വകാര്യ ആശുപത്രിയുടെ മുന്നിലെത്തുമ്പോൾ ദാസൻ ശരിക്കും കിതയ്ക്കുന്നുണ്ടായിരുന്നു. രോഗിക്കരിയിൽ ഡോക്ടറുടെ മുഖത്ത് നോക്കി നിന്നു. ഇരുട്ടിന് സാന്ദ്രതയേറി വന്നു. അടുത്ത പ്രഭാതം. ഗൃഹനാഥൻ പതിവ് പോലെ 4 മണിക്ക് എഴുന്നേറ്റു. ദിനചര്യകൾക്ക് ശേഷം പൂജാമുറിയിലേക്ക് പ്രവേശിച്ചു. അയൽവക്കത്ത് വാഹനത്തിൻ്റെ ഒച്ച. ആംബുലൻസിൽ നിന്ന് ശവം വീട്ടിലേക്ക് എടുക്കുന്നത് കണ്ട അയാൾ ആരോടൊന്നില്ലാതെ മന്ത്രിച്ചു. ഓരോരുത്തർക്കും മരിക്കാൻ കണ്ട നേരം. മനുഷ്യന് സ്വൈരം തരില്ല.